സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യത. നാളെ 9 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദിൽ പാലോടാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത്. ആദിൽ, എന്തൊക്കെയാണ് മഴ മുന്നറിയിപ്പ്? കാലവർഷം എത്തിയെന്ന് പറയുമ്പോൾ പോലും പല ജില്ലകളിലും ആദ്യഘട്ടത്തിൽ ലഭിച്ച ശക്തമായ മഴയ്ക്ക് അപ്പുറത്തേക്ക് മഴ ലഭിച്ചിട്ടില്ല. എറണാകുളത്ത് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും എല്ലാം തന്നെ ശക്തമായ വെയിലാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. സംസ്ഥാനത്ത് നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പക്ഷേ ശക്തമായ മഴയുണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, ഒപ്പം മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ 9 ജില്ലകളിലും അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നതുപോലെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയൊന്നുമില്ല. മറിച്ച് നേരിയ മഴയാണ് പൊതുവിൽ ഉണ്ടാവുക. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഈ മഴയുള്ള സ്ഥലങ്ങളിൽ. അതുകൊണ്ടുള്ള ജാഗ്രത വേണം. തീരമേഖലയിൽ പ്രത്യേക ജാഗ്രതയുണ്ട്. തീരമേഖലയിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണവും പ്രതീക്ഷിക്കുന്നതിനാൽ തീരമേഖലയിലാകെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഒരു പ്രവചനം അനുസരിച്ച് വടക്കൻ റയൽസീമയ്ക്ക് സമീപ പ്രദേശത്തായി ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള മഴയാണ് അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ലഭിക്കുക എന്നതാണ് അറിയിപ്പ്. ഏതായാലും ഒരു ജാഗ്രത വേണം. മുൻ ദിവസങ്ങളിലേതുപോലെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയില്ല. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ എന്ന നിലയിലാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടാവും. പക്ഷേ പരക്കെ ചെറിയ ചാറ്റൽ മഴകൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.